അതെ, ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നിങ്ങളത് മുഴുവനായി കേൾക്കുമല്ലോ. വലിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു കാര്യമാണ്. പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അല്ലേ? എന്നാൽ ചില ആളുകൾക്ക് മോട്ടിവേഷൻ കേൾക്കാൻ വളരെയധികം താല്പര്യമാണ്. ചില ആളുകൾക്ക് പാട്ട് കേൾക്കുവാൻ വളരെയധികം താല്പര്യമാണ്. ചില ആളുകൾക്ക് കഥ കേൾക്കുവാൻ താല്പര്യമാണ്. ചില ആളുകൾക്ക് വെറുതെ ഇരിക്കുവാനും താല്പര്യമാണ്. ചില ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ താല്പര്യമാണ്. ചില ആളുകൾക്ക് ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കുവാൻ താല്പര്യമാണ്. ചില ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, പുതിയ പുതിയ അറിവുകൾ, ജനറൽ നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമാണ്. ചില ആളുകൾക്ക് കൃഷി ചെയ്യുവാൻ താല്പര്യമാണ്. ചില ആളുകൾക്ക് പ്രണയിക്കാൻ താല്പര്യമാണ്. ചില ആളുകൾക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒക്കെ പുതിയ തിൻസുകളൊക്കെ എന്താ പറയുക ചിന്തിക്കാനും പുതിയ കാര്യങ്ങളൊക്കെ എന്താ പറയുക നിർമ്മിച്ചെടുക്കുവാനും അല്ലെങ്കിൽ കണ്ടെത്തുവാനൊക്കെ താല്പര്യമാണ്. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള താല്പര്യങ്ങളാണ്, ഓരോ വിഷയങ്ങളാണ് ഓരോ ആളുകൾക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്കൊക്കെ വേണ്ടത് എന്താണ്? എന്തിന് താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? സന്തോഷം വേണം, സമാധാനം വേണം, ആനന്ദം വേണം, ഉന്മേഷം വേണം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സന്തോഷത്തിന് പകരം നമുക്ക് ദുഃഖം ലഭിക്കുന്നു അല്ലേ? എന്താ പറയുക, സ്നേഹം ലഭിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ സ്നേഹം ലഭിക്കുന്നില്ല. എന്നാൽ നമുക്ക് വാത്സല്യം കിട്ടുന്നുണ്ടോ? ഇല്ല, വാത്സല്യം കിട്ടുന്നില്ല. പരിഗണന ലഭിക്കുന്നുണ്ടോ? ഒരിടത്തും പരിഗണന ലഭിക്കുന്നില്ല അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല സമയങ്ങളിലായിട്ടല്ലേ? എന്നാൽ പലപ്പോഴൊക്കെ പലരുടെയും കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വിവാഹം കഴിഞ്ഞ് എന്താ പറയുക, ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള പ്രശ്നം അല്ലേ, കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഈ പ്രശ്നം ഒക്കെ എന്താ പറയുക വളരെയധികം ഓരോ കുടുംബങ്ങളിലും ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭാര്യ ഭർത്താവുള്ള പ്രശ്നം അല്ലേ, മരുമകൾ അമ്മായിയമ്മുള്ള പ്രശ്നം, അല്ലെങ്കിൽ അമ്മ മകൾ, അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലേ? ഇത് ഓരോ പ്രശ്നങ്ങളാണ്, ഓരോ കുടുംബങ്ങളിലും ഓരോ പ്രശ്നങ്ങളാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സന്തോഷം ലഭിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യും? മറ്റു ചില മാർഗങ്ങൾ നോക്കും. മറ്റു ചില അന്വേഷണങ്ങൾ നമ്മൾ എന്താ പറയുക, മറ്റു ചില സന്തോഷങ്ങൾ ലഭിക്കുമോ എന്നുള്ള അന്വേഷണങ്ങൾ നമ്മൾ നടത്തും അല്ലേ? ആ അന്വേഷണത്തിനൊടുവിൽ അല്ലേ, അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തും. എന്താണത്? ആ ലക്ഷ്യസ്ഥാനമാണ് സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ആപ്പുകളും ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ ആളുകളും എന്താ പറയുക പലതരത്തിലുള്ള ആപ്പുകളാണ് എന്താ പറയുക വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആപ്പുകളിൽ ആളുകളോ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1000 ആണെങ്കിൽ പിറ്റേ ദിവസം 2500 അല്ലേ? നിങ്ങൾ ഇരട്ടി ആളുകളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആപ്പുകൾ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ വേണ്ടത് സന്തോഷമാണ്. സന്തോഷം തേടിയെടുക്കുവാനാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള ആപ്പുകൾ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം മുഴുവനായി നഷ്ടപ്പെടും. ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം മുഴുവനായി നഷ്ടപ്പെടും. മക്കളാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ രക്ഷിതാക്കൾക്ക് എന്താ പറയുക അവരുടെ സ്നേഹം നഷ്ടപ്പെടും. രക്ഷിതാക്കളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് നഷ്ടപ്പെടും. എന്താ പറയുക, ആ സ്നേഹം നഷ്ടപ്പെടും. ആരാണോ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത്, അത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവരാരാണോ അവർക്ക് എന്താ പറയുക സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്നറിയോ? ഇത്തരത്തിലുള്ള ആപ്പുകൾ എന്താ പറയുക ഒരുപാട് ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് ആളുകളോട് ഒരേ സമയം നമുക്ക് സംസാരിക്കാൻ സാധിക്കും, ഇടപഴകുവാൻ സാധിക്കും അല്ലേ? സ്വന്തം ഭാര്യ ഭർത്താവിനോട് സുഖാന്വേഷണം ചോദിച്ചില്ലെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ആപ്പുകൾ തേടിപ്പോയി മറ്റു സ്ത്രീകൾ എന്താണ് ഭർത്താവിനോട് പറയണത്, നിങ്ങൾക്ക് സുഖമല്ലേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ടീ കുടിച്ചോ, നിങ്ങൾക്ക് ഹാപ്പിയല്ലേ, നിങ്ങൾ ഇങ്ങനെയല്ലേ എന്ന് പറയും സ്വന്തം ഭാര്യ ചോദിക്കുന്നതിനേക്കാൾ മധുരമായി മറ്റു സ്ത്രീകൾ ചോദിക്കുന്നു. എന്നാൽ ഭാര്യയോടോ സ്വന്തം ഭർത്താവ് എന്താ പറയുക ഒരാഴ്ച ചിലപ്പം തെറ്റി നടക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ആപ്പുകൾ ഭാര്യ എന്ത് ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നു? സ്വന്തം ഭർത്താവ് സുഖാന്വേഷണം നടത്താത്ത പല ചോദ്യങ്ങളായിരിക്കും മറ്റു ചിലർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു? പതിയെ എല്ലാവരല്ല, ചില ഭാര്യമാരെന്ത് ചെയ്യും, സ്ത്രീകൾ എന്ത് ചെയ്യും, ഈ പറയുന്ന അല്ലേ പുരുഷന്മാരുടെ വലയിൽ വീഴും അല്ലേ? വലയിൽ എന്താ പറയുക വീഴപ്പെടും.
ആ വലയിൽ വീണാലോ, വീണ് കഴിഞ്ഞാൽ പിന്നെ അവരെന്താ പറയുക, വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്തു, പിന്നെ അവരുടെ പേഴ്സണൽ ഡാറ്റാസ് കൊടുത്തു, പിന്നെ അവർ ചാറ്റിംഗ് ആയി, പിന്നെ അവരങ്ങനെ പോയി എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു ലോകം സൃഷ്ടിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കും. അപ്പോൾ അതുമൂലം നഷ്ടപ്പെടുന്ന എന്താണ്? ഭാര്യയാണെങ്കിൽ ഈ ഭാര്യയ്ക്ക് കുട്ടിയുണ്ടാകും, ഈ ഭാര്യയ്ക്ക് ഹസ്ബൻഡ് ഉണ്ടാകും, ഫാമിലി ഉണ്ടാകും. ഇവർക്കൊക്കെ ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് ക്രമാതീതമായി എന്താ പറയുക കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ പല ആപ്പുകളുമുണ്ട്. ഈ പല ആപ്പുകളും പല ആളുകളും കയറിക്കഴിഞ്ഞാൽ പലരോടും സംസാരിക്കുന്നു, പലരോടും ഇടപഴകുന്നു. പക്ഷേ ഈ പുതിയ നമുക്ക് ആളുകളെ കിട്ടുന്നില്ല. ഈ ആപ്പുകളിലൂടെ നമുക്ക് കിട്ടുന്ന ആളുകളുണ്ടല്ലോ, ഈ കിട്ടുന്ന ആളുകൾ യഥാർത്ഥമാണോ, സത്യസന്ധരാണോ, അവർ ഇത്തരക്കാരാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത്തരക്കാർ വളരെയധികം എന്താ പറയുക, മറ്റുള്ള ആളുകളുടെ സ്വാധീനം പിടിച്ചു പറ്റുവാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കും. മറ്റുള്ള ആളുകളുടെ സ്വാധീനം പിടിച്ചു പറ്റുവാനും അവരുടെ സ്നേഹം എന്താ പറയുക പിടിച്ചു പറ്റുവാനും വേണ്ടി അവർ നന്നായി പരിശ്രമിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും അവർ വലയിൽ വീശി, അവരെന്താ പറയുക, വലയിൽ വീശി എന്ന് തന്നെ പറയാം, വലയിൽ വീശി അവർ വീണ്ടും അവരുടെ സംസാരവും കാര്യങ്ങളും നടന്നു പോകുമ്പോൾ പല കുടുംബങ്ങളുമാണ് സത്യത്തിൽ തകർന്നു പോകുന്നത്, അല്ലേ? ഒരു ചെറിയ പിണക്കമായിരിക്കും ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കുന്നത്, അവർക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ ഇത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള ആപ്പുകൾ കയറി അവരുടെ ജീവിതം നശിപ്പിക്കുന്ന എത്രയോ ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ട്, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ ഭാര്യയെ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഭർത്താവേ ഉണ്ടായിരിക്കുകയുള്ളൂ. മനസ്സിലായോ? നമ്മുടെ കുടുംബമേ നമുക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ താങ്ങായി തണലായി നമുക്ക് നിൽക്കുവാൻ നമ്മുടെ കുടുംബമേ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. കുടുംബത്തെ ഉപേക്ഷിച്ച്, കുടുംബത്തെ കബളിപ്പിച്ച്, കുടുംബത്തെ നഷ്ടപ്പെടുത്തി നിങ്ങൾ മറ്റൊരാളുടെ എന്താ പറയുക താൽക്കാലിക സന്തോഷം തരുന്ന ഒരു സുഹൃത്തിൻ്റെ കൂടെ നിങ്ങൾ സമയം ചിലവഴിക്കുമ്പോൾ പലതും നിങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് കേട്ടോ. നിങ്ങളെ യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും ആവേശവും ഉത്കണ്ഠയും എല്ലാം നിങ്ങൾക്ക് എന്താ പറയുക പ്രതീക്ഷയൊക്കെ നിങ്ങൾക്ക് ഒലിച്ചു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ആപ്പുകളിലൊക്കെ കയറിക്കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബം വെറുതെ നശിപ്പിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഓരോ ആളുകളെയും നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആ കുഞ്ഞുങ്ങളെ കാര്യം നോക്കണം, കുടുംബത്തിൻ്റെ കാര്യം നോക്കണം. അതായത് പല ബുദ്ധിമുട്ടുകളും ഉള്ള ആളായിരിക്കും സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമത് ഒരാൾ വലിഞ്ഞു കയറി വരാനുള്ള അവസരം നിങ്ങൾ രണ്ടുപേരും കൊടുക്കരുത്. മനസ്സിലായോ? ഭാര്യയും ഭർത്താവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമത് ഒരാൾ വലിഞ്ഞു കയറി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. അവർ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പിന്നെ പഴയ പോലെ നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം എന്താ അറിയോ, അവർ വരുന്നത് നിങ്ങളുടെ ഇത്തരം സുഹൃത്ത് ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്നവർ, അവർ നിങ്ങളിൽ നിന്ന് പലതും അവർ ആഗ്രഹിച്ചിട്ടാണ്, പലതും അവർക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ പല ആഗ്രഹത്തിനും നിങ്ങൾ വഴങ്ങിക്കൊടുക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം വളരെയധികം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം, ബോധവും അതിനുള്ള ഒരു സെൻസും നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. അതുകൊണ്ട് പലരുടെയും വലയിൽ വീണു പോയി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.